ലാസ്റ്റ് വീക്ക് 2 മിനിസ്റ്റേഴ്സും സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ദേ ഓൾമോസ്റ്റ് കൺഫേം ബൈ ഡിസംബർ 2025 ഈ സ്ട്രെച്ച്, അതായത് നമ്മളുടെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ഈ സ്ട്രെച്ച് ഓപ്പൺ ആവും എന്നുള്ളതാണ് അവർ ഫൈനലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റഡ് ആണ്. പക്ഷേ ഈ ഹൈവേസ് വരുമ്പോൾ ഉള്ളൊരു വലിയൊരു വിഷയം എന്ന് പറഞ്ഞു വെച്ചാൽ ട്രാവൽ എറ്റിക്കറ്റ്സ് അല്ലെങ്കിൽ ലെയിൻ ഡിസിപ്ലിൻ, ഇതൊന്നും ഇന്നും മലയാളിക്ക് പരിചയമില്ല. മലയാളി ഗൾഫിൽ പോയാൽ ഇതൊക്കെ ഫോളോ ചെയ്യും, ഇല്ല എന്ന് പറയില്ല. എന്നാലും നമ്മളുടെ നാട്ടിൽ ഇത് ഇവർക്ക് ശീലമില്ല. അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ശീലിക്കും. പക്ഷെ ശീലിച്ചില്ലെങ്കിൽ നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ആക്സിഡൻസും ഒരു കൂട്ടിയിടി എന്നൊക്കെ പറയില്ലേ, 5-6 വണ്ടി 11 വണ്ടി ഇതൊക്കെ യമുന എക്സ്പ്രസ് ഹൈവേയിലൊക്കെ കാണുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആസ് എ ഗുഡ് ഡ്രൈവർ ലെയിൻ ഡിസിപ്ലിൻ, വെഹിക്കിൾ ടു വെഹിക്കിൾ, കാർ ടു കാർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതൊക്കെ ഇന്നേ പ്രാക്ടീസ് ചെയ്താൽ നല്ല കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഹൈവേ ഓപ്പൺ ആവതോടു കൂടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഇൻഡസ്ട്രീൻ്റെ ഇമ്പോർട്ടൻസ് നാട്ടുകാർ മനസ്സിലാക്കുള്ളൂ, അറ്റ്ലീസ്റ്റ് കാർ യൂസേഴ്സ്. അപ്പോഴാണ് ഈ അലൈൻമെൻറ്റ് എന്താ, ബാലൻസിങ് എന്താ എന്നുള്ളത് ഞാൻ പറയുന്നേക്കാളും കൂടുതൽ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം ഓൺ ആൻ ആവറേജ് യു വിൽ ബി ഡ്രൈവിംഗ് 100 to 120 km/h ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ. അപ്പോഴാണ് ഈ വോബ്ലിംഗ്, വൈബ്രേഷൻ എന്നുള്ള ഫീൽ വരുന്നതും പിന്നെ നമ്മൾ അലൈൻമെൻറ്റിൽ നമ്മൾ പറയുന്നത് സ്വിച്ച് ഓവർ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നുള്ള കേസും.